VM സുധീരനേക്കാൾ സർക്കാരിൽ സ്വാധീനം വിവാദസ്വാമി സന്തോഷ് മാധവനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സർക്കാരിന്റെ ഭൂമിദാനത്തെക്കുറിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നും LDF അധികാരത്തിൽ വന്നാൽ വിവാദ തീരുമാനങ്ങൾ റദ്ദാക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കോടിയേരി. കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ നേതൃത്വത്തിൽ അവസാനകാലം നടത്തിയ ഭൂമി കുംഭകോണത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കോൺഗ്രസിൽ ഇപ്പോൾ VM സുധീരനേക്കാൾ സ്വാധീനം സന്തോഷ് മാധവനാണ്. അതുകൊണ്ടാണ് VM സുധീരൻ എതിർത്തിട്ടും ഭൂമി കുംഭകോണ നടപടികൾ റദ്ദാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറാകാത്തത്. UDF സർക്കാരിന്റെ അവസാനത്തെ മാസത്തെ മന്ത്രിസഭയെടുത്ത തീരുമാനങ്ങളെല്ലാം അതിന്റെ എല്ലാം പിന്നിൽ നടന്ന കാര്യങ്ങൾ എന്താണ്? അതുകൊണ്ട് ഈ തീരുമാനങ്ങളെക്കുറിച്ചെല്ലാം ഒരു ഉന്നതതല അന്വേഷണം നടത്തണം. LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഈ തീരുമാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കും. VM സുധീരനുള്ളതിനേക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിൽ സന്തോഷ് മാധവനാണ്. കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ ഇക്കാര്യം പറഞ്ഞത്. LDF അധികാരത്തിൽ വന്നാൽ കോർപ്പറേറ്റുകളെയും സ്വകാര്യ മുതലാളിമാരെയും സഹായിക്കുന്ന ഭൂമി ഇടപാട് സംബന്ധിച്ച് UDF സർക്കാർ കൈക്കൊണ്ട എല്ലാ നടപടികളും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭൂരഹിതരുള്ള കേരളത്തിലാണ് സർക്കാർ ഭൂമി കുംഭകോണം നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് LDF സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായാലുടൻ CPIM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. LDF ഘടകകക്ഷികളുടെയും INL-ന്റെയും തീരുമാനങ്ങൾ ആയ ശേഷം PC ജോർജ് അടക്കം LDF-നെ സഹായിക്കുമെന്ന് പറഞ്ഞ 11 കക്ഷികളുടെ കാര്യം പരിഗണിക്കുമെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിനായി ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തലയും ഞായറാഴ്ച ദില്ലിക്ക് പോകും. ഇരവിപുരത്തിന് പകരം ലീഗിന് നൽകേണ്ട സീറ്റിന്റെ കാര്യത്തിൽ ഇന്ന് നടന്ന ചർച്ചയിൽ ധാരണയായില്ല. ഇരവിപുരത്തിന് പകരം കരുനാഗപ്പള്ളി വേണമെന്ന നിലപാടിലാണ് ലീഗ്. കരുനാഗപ്പള്ളി വിട്ടു നൽകാനാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ലീഗിനെ അറിയിച്ചു. കുന്നമംഗലം വിട്ടു നൽകണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം ലീഗും നിരാകരിച്ചതോടെ ചർച്ചയിൽ സമവായമായില്ല. കോൺഗ്രസ് പട്ടിക ഈ മാസം 31-നകം പ്രഖ്യാപിക്കുമെന്ന് സുധീരൻ പറഞ്ഞു. 26-ാം തീയതിയോടുകൂടി ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കും. അത് കഴിഞ്ഞ് 27-ന് ഞങ്ങൾ 3 പേരും കൂടെ ഡൽഹിക്ക് പോകാനാണ് പ്ലാൻ ചെയ്യുന്നത്. 27-ന് വൈകിട്ട് 28, 29, 30 തീയതികളിലായി ഡൽഹിയിൽ സ്ക്രീനിംഗ് കമ്മിറ്റിയും തുടർന്ന് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയും അതിൽ പങ്കെടുത്ത് 31-ഓടുകൂടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകാൻ സാധിക്കുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. അതേസമയം ഇടുക്കി പീരുമേടിൽ ഹോപ്സ് പ്ലാന്റേഷന് ഭൂമി പതിച്ചു നൽകിയത് പിൻവലിക്കണമെന്ന് VM സുധീരൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇടുക്കി DCCയും ഇക്കാര്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ സുധീരൻ സമ്മർദ്ദം ചെലുത്തുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സ്വന്തം താൽപര്യം പ്രതിഫലിപ്പിക്കാനാണെന്ന നിലപാടിലാണ് ഗ്രൂപ്പ് നേതൃത്വം. ഈ അഭിപ്രായ വ്യത്യാസം സ്ഥാനാർത്ഥി നിർണയത്തെയും ബാധിച്ചേക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഹാസ്യ കഥാപ്രസംഗ കലാകാരനും നടനുമായ VD രാജപ്പൻ അന്തരിച്ചു. കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ കലാരംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച VD രാജപ്പൻ മലയാളത്തിലെ സിനിമാ പാരഡി ഗാനങ്ങളുടെ വക്താവ് കൂടിയായിരുന്നു. മലയാളിയെ കുടുകുട ചിരിപ്പിച്ച VD രാജപ്പൻ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് വെള്ളിത്തിരയിലും മിന്നുന്ന താരമായി. VD രാജപ്പൻ മലയാളിക്ക് നൽകിയ സംഭാവനകളെ വ്യത്യസ്തമായി കാണണം നമ്മൾ. ആ വ്യത്യസ്തത തന്നെയാണ് VD രാജപ്പൻ എന്ന കലാകാരനെ സൃഷ്ടിച്ചതും. മലയാള ഹാസ്യലോകത്ത് പാരഡി എന്ന പുതുമയിലൂടെ ഒരു ഹാസ്യ വിപ്ലവം തന്നെയാണ് VD സൃഷ്ടിച്ചത്. 80കളിൽ സാംബശിവനും കെടാമംഗലവുമൊക്കെ സൃഷ്ടിച്ച കഥാപ്രസംഗത്തിന്റെ ഗൗരവ വഴികളിൽ നിന്നും ഹാസ്യത്തിന്റെ കഥാകഥനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി രാജപ്പൻ. കാറും കോഴിയും പട്ടിയുമൊക്കെ VD രാജപ്പന്റെ കഥകളിൽ നായകന്മാരായി. കോട്ടയത്തു നിന്നും ഇന്ത്യ മുഴുവനും പിന്നീട് ചുരുങ്ങിയ കാലം കൊണ്ട് ഗൾഫും യൂറോപ്പും അമേരിക്കയും എന്നു വേണ്ട മലയാളികളുള്ള എല്ലായിടത്തും വേദികൾ കൈയടക്കാൻ VD എന്ന സാധാരണക്കാരന് എങ്ങനെ കഴിഞ്ഞു? കോട്ടയം ചന്തയിലെ ബാർബർ ഷാപ്പിൽ നിന്ന് തുടങ്ങുന്നു ആ കലാജീവിതം. രാജപ്പന്റെ ഭാവനയിൽ വിരിഞ്ഞ ഹാസ്യഗാനങ്ങൾ കേൾക്കാൻ ദിനവും കടയ്ക്ക് മുന്നിൽ ആളുകൂടി. ഒരു ദിവസം രാജപ്പന്റെ പാട്ട് കേൾക്കാനെത്തിയ മിസസ് KM മാത്യു രാജപ്പനെ വേദിയിൽ പരിപാടി അവതരിപ്പിക്കാൻ ക്ഷണിച്ചു. രാജപ്പൻ എന്ന കലാകാരനെ പുറം ലോകമറിഞ്ഞത് അന്നു മുതലായിരുന്നു. തുടർന്ന് വേദികളിൽ നിന്നും വേദികളിലേക്കുള്ള പ്രയാണം. മലയാളികളോട് കഥ പറഞ്ഞ് രാജപ്പൻ ലോകത്തിന്റെ എല്ലാ മൂലയിലുമെത്തി. ചികയുന്ന സുന്ദരിയും മാക്കും അക്കിടിപ്പാക്കരനുമൊക്കെ രാജപ്പനെ ഹാസ്യ ചക്രവർത്തിയാക്കി. അങ്ങനെ ഒരു ദിവസം രാജപ്പൻ സിനിമാ നടനുമായി. ആദ്യം അഭിനയിച്ച കാട്ടുപോത്ത് റിലീസായില്ലെങ്കിലും അത് രാജപ്പന് ശകുനപ്പിഴയായില്ല. പിന്നീട് പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെല്ലാം രാജപ്പന്റെ ഹാസ്യത്തിന്
അർഹിച്ച ശ്രദ്ധ കിട്ടി. കുസൃതിക്കാറ്റും മുത്താരംകുന്ന് പിയോയും രാജപ്പനെ സിനിമയുടെ ഇഷ്ടതാരമാക്കി. സിനിമയിലും സിനിമയ്ക്കകത്തും പുറത്തും രാജപ്പന് നിറയെ ആരാധകരുണ്ടായി. സാക്ഷാൽ പ്രേം നസീറായിരുന്നു രാജപ്പന്റെ ആരാധകരിൽ മുൻപൻ. സെറ്റിലുണ്ടെങ്കിൽ രാജപ്പനെ കൊണ്ട് കഥ പറയിക്കാതെ പ്രേം നസീർ വിടില്ല. സിനിമയിലും വേദികളിലും നിറഞ്ഞു നിൽക്കുമ്പോഴും നാട്ടുനന്മയുടെ ചിരി രാജപ്പനെ വിട്ടുപോയില്ല. ആരെയും കയ്യേച്ച് സഹായിക്കാൻ മടിയുണ്ടായില്ല രാജപ്പന്. ആ രാജപ്പനോട് എന്നാൽ അവസാന കാലത്ത് വിധി സഹതാപം കാണിച്ചില്ല. രോഗം പിടികൂടിയതോടെ രാജപ്പന്റെ ജീവിതത്തിലെ അരങ്ങിൽ നിന്ന് ആളൊഴിഞ്ഞു. സമ്പാദിക്കാനറിയാത്ത കലാകാരന്റെ ദുരവസ്ഥയ്ക്ക് രാജപ്പനും പാത്രമായി. വി.ഡി. രാജപ്പൻ മറഞ്ഞുപോയെങ്കിലും ഹാസ്യലോകത്ത് രാജപ്പനെ പോലൊരു കലാകാരൻ വേറെ ഉണ്ടാവില്ല. രാജപ്പന് മുൻപും പിൻപും. ന്യൂസ് ഡെസ്ക്. കലാഭവൻ മണിയുടെ മരണത്തിലെ ആശയക്കുഴപ്പം നീക്കാൻ വിദഗ്ധ മെഡിക്കൽ സംഘം രൂപീകരിക്കും. അതേസമയം തെളിവുകളൊന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുത്ത മണിയുടെ സഹായികളായ അരുൺകുമാർ, വിപിൻ, മുരുകൻ എന്നിവരെ വിട്ടയച്ചു. കലാഭവൻ മണിയുടെ മരണകാരണത്തിൽ വ്യക്തത വരുത്താൻ സാധിക്കാത്തതിനാലാണ് ഇക്കാര്യം പരിശോധിക്കാൻ മെഡിക്കൽ സംഘത്തെ നിയോഗിക്കുന്നത്. മണിയെ ചികിത്സിച്ച ഡോക്ടർമാർക്ക് പുറമെ ഫോറൻസിക് വിദഗ്ധരും രാസപരിശോധനാ വിഭാഗത്തിലെ വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് സംഘം. കീടനാശിനി ശരീരത്തിൽ എത്തിച്ചേർന്നുവെന്ന് കണ്ടെത്തിയെങ്കിലും അളവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാക്കനാട്ടെ ഫോറൻസിക് ലാബിനോട് അളവ് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. കേന്ദ്ര ഫോറൻസിക് ലാബിലെ പരിശോധനാ ഫലം കൂടി ലഭ്യമായ ശേഷമാവും മരണകാരണം സംബന്ധിച്ച നിഗമനത്തിൽ എത്തിച്ചേരുന്നത്. 1.5 ആഴ്ചയായി പോലീസ് ചോദ്യം ചെയ്തു വന്നിരുന്ന മണിയുടെ 3 സഹായികളെ ഇന്നലെ അന്വേഷണ സംഘം വിട്ടയച്ചിരുന്നു. തെളിവുകളൊന്നും കണ്ടെത്താൻ സാധിക്കാത്തതിനാൽ മുരുകൻ, അരുൺ, വിപിൻ എന്നിവരെയാണ് വിട്ടയച്ചത്. എന്നാൽ എല്ലാ ദിവസവും ചോദ്യം ചെയ്യലിനായി സ്റ്റേഷനിൽ ഹാജരാകാൻ ഇവർക്ക് നിർദ്ദേശം നൽകി. ആത്മഹത്യ, കൊലപാതകം എന്നിവയ്ക്ക് തെളിവുകൾ ലഭിക്കാത്തതിനാൽ സ്വാഭാവിക മരണത്തിന്റെ സാധ്യതകളാണ് അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ലോകമെമ്പാടുമുള്ള നവമാധ്യമങ്ങളിലെ പ്രേക്ഷകരെ തത്സമയം അഭിസംബോധന ചെയ്ത് പിണറായി വിജയൻ. ഫേസ്ബുക്കിലൂടെ നടന്ന തത്സമയ സംവാദത്തിൽ ലക്ഷങ്ങളാണ് പിണറായിയെ കേൾക്കാനെത്തിയത്. നെറികെട്ട വർത്തമാനകാലത്ത് നിന്നും കേരളത്തെ വിമോചിപ്പിക്കും എന്ന നിശ്ചയദാർഢ്യമാണ് സോഷ്യൽ മീഡിയയുടെ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പിണറായി വിജയനിൽ കണ്ടത്. കേരളത്തിന് തീരാക്കളങ്കം സൃഷ്ടിച്ച അഴിമതി വീരന്മാരെ തുറുങ്കിലടയ്ക്കുമോ എന്നതായിരുന്നു ആദ്യ ചോദ്യം. ചെറുതെങ്കിലും സ്പഷ്ടമായ ആ മറുപടിയിൽ എല്ലാം അടങ്ങിയിരുന്നു. നിയമവിരുദ്ധമായി പ്രവർത്തിച്ചവർക്ക് LDF ഗവൺമെൻറ് ഒരു പേടി സ്വപ്നമായിരിക്കും. ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയ എതിരാളികളോട് കാണിക്കുന്നതിനായിരിക്കില്ല LDF ഗവൺമെൻറ് നിലകൊള്ളുക. വിലത്തകർച്ച മൂലം ദുരിതം നേരിടുന്ന കർഷകരെ സംരക്ഷിക്കാൻ LDF പ്രതിജ്ഞാബദ്ധമാണെന്ന് പിണറായി മറുപടി നൽകി. ചെറുകിട വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കഴിയാവുന്ന എല്ലാ മേഖലകളിലും PSC വഴിയായിരിക്കണം നിയമന പ്രക്രിയ എന്നതാണ് LDF നിലപാടെന്ന് അദ്ദേഹം വിശദീകരിച്ചു. മദ്യനിരോധനമല്ല, മദ്യവർജനമാണ് LDFിൻ്റെ നയം. പരിസ്ഥിതിയെ അവഗണിച്ചുകൊണ്ടുള്ള വികസനമല്ല തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കാർക്കശ്യക്കാരനായി മുദ്ര കുത്തുന്നതിനെതിരെ പിണറായി പ്രതികരിച്ചത് ഇങ്ങനെയാണ്. അതെല്ലാം ചിലർ ചാർത്തിത്തരുന്ന വിശേഷങ്ങളാണ്. ചിലരെ ചിലതായിട്ട് ചിത്രീകരിക്കാൻ നമ്മുടെ നാട്ടിൽ ചിലർക്ക് താല്പര്യമുണ്ട്. അതിൻ്റെ ഭാഗമായി വന്ന ഒരു വിശേഷണമായിട്ട് മാത്രമേ അതിനെ കാണേണ്ടതായിട്ടുള്ളൂ. കേരളത്തിലേക്ക് വിഷപ്പച്ചക്കറി കൊണ്ടുവരുന്നത് തടയാൻ ഏജൻസികളെ ഏൽപ്പിക്കുന്നതാണ് അഭികാമ്യം. വിഷപ്പച്ചക്കറി വിതരണം ചെയ്താൽ ശിക്ഷ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരുമായി തത്സമയം പിണറായി സംവദിച്ചത് ഒരു നവ്യാനുഭവമായി മാറി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജനതാദൾ യു അവകാശവാദം ഉന്നയിച്ചതിനാൽ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി നിർണയം UDFന് തർക്ക വിഷയമായി. കോൺഗ്രസ് സ്ഥിരം മത്സരിച്ചു വരുന്ന മണ്ഡലമാണിത്. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി മോഹികൾ ജനതാദളിന് സീറ്റ് വിട്ടുകൊടുക്കുന്നതിൽ ശക്തമായ പ്രതിഷേധത്തിലാണ്. LDF സ്ഥിരമായി ജയിച്ചു വരുന്ന മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ പഴയ ഹോസ്തുർക്കാണ് ഇപ്പോഴത്തെ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം. സോഷ്യലിസ്റ്റ് നേതാക്കളായ K. ചന്ദ്രശേഖരനും NK ബാലകൃഷ്ണനും ജയിച്ചു വന്ന ഈ മണ്ഡലം പിന്നീട് CPIയുടെ സ്ഥിരം സീറ്റായി. 1980 മുതൽ LDFിന്റെ ഭാഗമായി മത്സരിക്കുന്ന CPIക്ക് 1987 മാത്രം ഈ മണ്ഡലം നഷ്ടമായി. 55 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അന്ന് കോൺഗ്രസിലെ M. മനോഹരൻ മാസ്റ്റർ CPIയിലെ KT കുമാറിനെ തോൽപ്പിച്ചു. എന്നാൽ പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം LDF വിജയിച്ചു വരുന്ന കാഞ്ഞങ്ങാട് മണ്ഡലത്തെ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം E. ചന്ദ്രശേഖരനാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് 7500-ലേറെ വോട്ടിന്റെ ലീഡ് ഈ മണ്ഡലത്തിലുണ്ട്. കോൺഗ്രസ് സ്ഥിരമായി മത്സരിച്ച് തോൽക്കുന്ന കാഞ്ഞങ്ങാട് ഇത്തവണ തങ്ങൾക്ക് വിട്ടുതരണമെന്ന് ജനതാദൾ യുണൈറ്റഡ് ആവശ്യപ്പെടുന്നു.
ജില്ലാ പ്രസിഡന്റ് AV രാമകൃഷ്ണൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലം പിടിച്ചെടുക്കണം എന്നുള്ള ലക്ഷ്യമാണ് എങ്കിൽ പ്രായോഗികമായ രാഷ്ട്രീയ സമീപനം സ്വീകരിക്കുന്നതായിരിക്കും കുറെ കൂടി ഗുണം ചെയ്യുക. അല്ലാതെ ഇതൊരു കക്ഷിയിലെ ആളുകളായിട്ട് മാത്രം ചുമയുന്നതുകൊണ്ട് വലിയ പ്രയോജനം. ഇപ്പോൾ തൂക്കുന്നതാണെങ്കിൽ അങ്ങ് തോറ്റു കൊടുക്കാം. മുൻ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ K. വേണുഗോപാലൻ നമ്പ്യാരെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ജനതാദൾ യുവിന്റെ നിർദ്ദേശം. ഇദ്ദേഹത്തെ UDFന്റെ പൊതു സ്ഥാനാർത്ഥിയാക്കാനും ജനതാദൾ യു തയ്യാറാണ്. രാജു കട്ടകയം, ഹരീഷ് P. നായർ, M. ഹസൈനാർ, PG ദേവ് എന്നിവരാണ് കോൺഗ്രസ് ലിസ്റ്റിലുള്ള സ്ഥാനാർത്ഥികൾ. ഇവരെല്ലാം സീറ്റ് ജനതാദളിന് വിട്ടു നൽകുന്നതിന് എതിർപ്പുള്ളവരാണ്. ജനതാദളിന് സീറ്റ് നൽകരുതെന്നും തന്നെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് കാഞ്ഞങ്ങാട് സീറ്റ് തിരിച്ചുപിടിക്കാൻ സാധിക്കുമെന്നും ബളാൽ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് രാജു കട്ടക്കയം പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർക്ക് എവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെയെല്ലാം 24 മണിക്കൂറും കോൺഗ്രസ് പാർട്ടിക്കും പ്രവർത്തകർക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലത്തിൽ പാർട്ടി എനിക്ക് ടിക്കറ്റ് തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്ഥാനാർത്ഥിയായാൽ തനിക്കും വിജയസാധ്യതയുണ്ടെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഹരീഷ് P. നായർ ചൂണ്ടിക്കാട്ടുന്നു. മലയോര മേഖലയിൽ ശക്തമായി വേരുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഇതിനു മുമ്പ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചതിന് അപ്പുറത്തേക്ക് വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് മലയോര മേഖല പോകും. പാർട്ടി സ്ഥാനാർത്ഥിത്വം തരുവാണെങ്കിൽ UDFന് കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റുമെന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ക്യാമറാമാൻ ഷൈജു ബ്രാത്രിക്കൊപ്പം സണ്ണി ജോസഫ്. ക്രിസ്തുദേവന്റെ അന്ത്യത്താഴ സ്മരണ പുതുക്കി ക്രൈസ്തവർ ഇന്ന് പെസഹ ആചരിക്കുന്നു. ഇതിന്റെ ഭാഗമായി ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽകഴുകൽ ശുശ്രൂഷകളും നടന്നു. എളിമയുടെ പ്രതീകമായി യേശുക്രിസ്തു തന്നെ 12 ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയതിന്റെ പ്രതീകമായാണ് ദേവാലയങ്ങളിൽ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. കൊച്ചിയിൽ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് ബസിലിക്കയിൽ നടന്ന ചടങ്ങുകൾക്ക് കർദിനാൾമാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. കൈക്കൂലിക്കും അഴിമതിക്കും വേണ്ടി ജീവിക്കുന്നവർ ദരിദ്രന്റെ പണമാണ് അപഹരിക്കുന്നതെന്ന് ഓർമ്മ വേണമെന്ന് തന്റെ പെസഹ ദിന സന്ദേശത്തിൽ കർദിനാൾ വ്യക്തമാക്കി. ദേശീയ വാദത്തിന്റെ പേരിൽ മനുഷ്യനെ വിഭജിക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക ക്ഷയരോഗ ദിനം. ഇന്ത്യയിൽ 1.2 ലക്ഷം പേരാണ് ക്ഷയരോഗത്തെ തുടർന്ന് കഴിഞ്ഞ വർഷം മരിച്ചത്. ഇതിൽ 1143 പേർ കേരളത്തിൽ നിന്ന് ഉള്ളവരും. ക്ഷയരോഗത്തിനെതിരെ ഒന്നിക്കൂ എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. പീപ്പിൾ എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്തിന് കേന്ദ്രം അനുവദിച്ച ക്ഷയരോഗ നിർമ്മാർജ്ജന ഫണ്ട് സംസ്ഥാന സർക്കാർ വകമാറ്റി. കേന്ദ്രം അനുവദിച്ച 11,33,06 കോടിയോളം രൂപ സർക്കാർ NRHMന് ഇതുവരെയും നൽകിയിട്ടില്ല. കേന്ദ്ര ഫണ്ട് പൂർണ്ണമായും വിനിയോഗിക്കാൻ സാധിക്കാത്ത NRHM അടുത്ത വർഷത്തെ ഫണ്ട് ഗണ്യമായി കുറയുമെന്ന ആശങ്കയിലാണ്. സംസ്ഥാനത്ത് RNTCP വഴി ക്ഷയരോഗത്തെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് നൽകുന്നത്. 2015-16 വർഷത്തേക്ക് 2 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്തിന് ഫണ്ട് ലഭിച്ചത്. ആദ്യ ഇൻസ്റ്റാൾമെന്റിൽ 9,28,91,000 രൂപയാണ് സംസ്ഥാന ട്രഷറിയിൽ കഴിഞ്ഞ സെപ്റ്റംബറിൽ കേന്ദ്രം നിക്ഷേപിച്ചത്. എന്നാൽ ഇതിൽ 6 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ NRHMന് നൽകിയത്. ശേഷിക്കുന്ന 3,28,00,000 TB സെന്ററിന് ലഭിച്ചതേയില്ല. രണ്ടാമത്തെ ഇൻസ്റ്റാൾമെന്റായി 2,04,65,000 രൂപ ജനുവരിയിൽ സംസ്ഥാനത്തിന് ലഭിച്ചു. ഇതിൽ 2 കോടി രൂപയും NRHMന് സംസ്ഥാന സർക്കാർ നൽകിയില്ല. ചുരുക്കത്തിൽ 2015-16 വർഷത്തെ ക്ഷയരോഗ നിയന്ത്രണത്തിനുള്ള കേന്ദ്ര ഫണ്ടിൽ 6 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ വകമാറ്റിയത്. ഇതേ തുടർന്ന് NRHMലെ ജീവനക്കാരുടെ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയുമുണ്ടായി. എടുത്ത വായ്പ പോലും തിരിച്ചടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലുമാണ് NRHM. കേന്ദ്ര ഫണ്ട് പൂർണ്ണമായും ലഭിക്കാത്തതിനെ തുടർന്ന് പല ക്ഷയരോഗ പ്രതിരോധ പ്രവർത്തനങ്ങളും താളം തെറ്റിയ അവസ്ഥയിലുമാണ്. കേന്ദ്ര ഫണ്ട് കൃത്യമായി വിനിയോഗിച്ചില്ലെങ്കിൽ അടുത്ത വർഷത്തെ തുക കേന്ദ്രം ഗണ്യമായി വെട്ടിക്കുറയ്ക്കും. സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ലഭിക്കുന്ന ഫണ്ട് പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തുമോ എന്നതാണ് NRHMന്റെ ആശങ്ക. ഷീജ, തിരുവനന്തപുരം.